80കളിലും 90കളിലും ഒക്കെ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വളർന്ന ആ കാലഘട്ടം ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, ടെക്സ്റ്റ് മെസ്സേജുകളില്ലാതെ വീടിൻ്റെ വാതിലുകളിൽ പോയി മുട്ടിയ ഒരു സൗഹൃദ കാലം, ശനിയാഴ്ചകളിലെ പ്രഭാതത്തിൽ ഒരുമിച്ചിരുന്ന് കണ്ട കാർട്ടൂണുകൾ, അന്ന് സ്ക്രോൾ ചെയ്യാൻ റീലുകളില്ല, യൂട്യൂബില്ല, കാസറ്റ് ടേപ്പിൽ ഒരുമിച്ചിരുന്ന് പാട്ട് കേട്ട വൈകുന്നേരങ്ങൾ, ഏതെങ്കിലുമൊക്കെ റബ്ബർ തോട്ടത്തിലും പാടത്തും ക്രിക്കറ്റ് കളിച്ച മഴ നനഞ്ഞ ആ കാലഘട്ടം, ഞായറാഴ്ചകളിലെ 4 മണി സിനിമ, അങ്ങനെ ഓർമ്മകൾ ഒത്തിരിയുണ്ട്. 80-90 കാലഘട്ടത്തിൽ ജനിച്ചവർ ഒരു പാലം പോലെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ടെക്നോളജി ഇല്ലാത്ത ലൈഫ് അവസാനം എക്സ്പീരിയൻസ് ചെയ്തവർ, അങ്ങനെ വന്ന ടെക്നോളജി ആദ്യമായി ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തവരും ഈ ആൾക്കാരാണ്. STD ബൂത്തുകളിൽ നിന്ന്, കോയിനിട്ട് വിളിക്കുന്ന ഫോണിൽ നിന്ന്, കീപാഡ് ഫോണിലേക്ക്, സ്മാർട്ട് ഫോണിലേക്ക്, ഐപാഡിലേക്ക് ഈ ലോകം മാറുന്നത് നിങ്ങളിങ്ങനെ കണ്ടു നിന്നു. നിങ്ങളറിഞ്ഞു ഈ ലോകം വേഗത്തിൽ മാറുന്നത്, ലോകം അല്പം കൂടി ലൗഡറാകുന്നത്, ഈ മാറ്റത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റാത്തത് എല്ലാം അറിഞ്ഞു. എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ്, അതാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഇന്നത്തെ ജെൻസിയോടും നിങ്ങൾക്ക് കൂട്ടുണ്ട്. നിങ്ങളുടെ അച്ഛന്മാരുടെ കൂട്ടുകാരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് 80കളിലും 90കളിലും ജനിച്ചവർ ഒരു സന്തോഷം നിറഞ്ഞ വേദന ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഒരു നീറ്റൽ, അതിനെ നൊസ്റ്റാൾജിയ എന്നൊക്കെ വിളിക്കാം. കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജിയ, അതിന്നുമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ 2 ലോകം കൊണ്ട് നടക്കുന്നുണ്ട്. ഒന്നോർത്ത് നോക്കിക്കേ, ഇന്നും പച്ചകടാറ നിൽക്കുന്ന നിങ്ങളുടെ ആ പഴയ ഓർമ്മ, നൊസ്റ്റാൾജിയ.